ആരോട് ചോദിച്ചിട്ട് അകത്തേക്ക് കയറിയ? സോറി സർ, ഈ ഫോൺ തോന്നുമ്പോ ഇടിച്ചു കയറി വരാൻ ഇത് മീൻചന്തയൊന്നുമല്ല, ലോ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസാ. അനുവാദം വാങ്ങിച്ചിട്ട് വേണം അകത്തേക്ക് വരാൻ. സർ, ഈ ഫോൺ സാറിന്റെ കയ്യിലൊന്ന് തരാനാ, ആൾ ലൈനിലുണ്ട്. ആര്? ഇന്ത്യൻ പ്രധാനമന്ത്രിയോ? എനിക്കാരോടും സംസാരിക്കണ്ട, നിങ്ങൾ പുറത്തിറങ്ങിയേക്ക്. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയൊന്നുമല്ല, രമാദേവി മാഡത്തിന്റെ ഹസ്ബൻഡാ, ജയരാമൻ സർ. ജയരാമൻ സാറായിരുന്നോ? തന്നെ കൊടുക്ക്. സാർ. ഞാൻ ജയരാമൻ. വാട്ട്സ് പ്രോബ്ലം? സാർ, അത് അഡ്മിഷൻ എടുത്ത തൊട്ടടുത്ത ദിവസം തന്നെ ഈ കുട്ടി ലേറ്റായിട്ടാ വന്നത്. സാറിനറിയാലോ, ഞങ്ങളിത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നൊരു ക്യാമ്പസാ. ഇവിടെ ഇങ്ങനെ വൈകി വന്നാൽ കോളേജിന്റെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കും. മാനേജ്മെന്റിന്റെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്. നിങ്ങളുടെ കോളേജിൽ പല കുട്ടികളും കയറാറില്ല എന്നാണല്ലോ എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. മാത്രമല്ല, താങ്കൾക്ക് അച്ചടക്കത്തിന്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല. ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ക്രിമിനൽസിനെ വളർത്തുന്ന കോളേജ് താങ്കളുടേതാണ്. കേരളത്തിലെ റാങ്കിംഗ് ഉള്ള ഏക കോളേജിലെ പ്രിൻസിപ്പൽ ആയ താങ്കളുടെ അച്ചടക്ക നടപടികൾ എനിക്കങ്ങ് ബോധിച്ചു. സാർ, അത് I don't want any explanation. I will talk to the chairman. സാർ, വേണ്ട, ഞാൻ ഈ കുട്ടിയെ ക്ലാസ്സിൽ ഇരുത്തിക്കോളാം. Okay. സോറി സാർ. താങ്ക് യു സർ. മോളെ, ആരോടെങ്കിലും ക്ലാസ് റൂം എവിടെയാന്ന് ചോദിക്ക്. മോളെ ക്ലാസ് റൂമിലാക്കിയിട്ട് വേണം ചന്ദ്രാമ്മയ്ക്ക് പോവാൻ. ചന്ദ്രമ്മ പൊക്കോ, ക്ലാസ് റൂമൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. സീതയ്ക്കും വയ്യ, ചിന്നും ഇല്ല. ഈ സമയത്ത് ഞാനും കൂടി കിച്ചണിൽ നിന്ന് മാറി നിന്നാ രമാമ്മയുടെ ആകെ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാ ചന്ദ്രാമ്മ പോകുന്നത്. ദേ ചന്ദ്രമ്മ, സൂക്ഷിച്ചു പോണേ. ചന്ദ്രമ്മ, നന്നായി പഠിച്ച് മിടുക്കിയാവണം എന്റെ മോള്. മോള് പോയിട്ട് വാ, ചെല്ലേ.